ഡൽഹി ITC മൗര്യ ഹോട്ടലിൽ ഇപ്പോൾ ലോകകപ്പ് ജേതാക്കൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഡൽഹി ഹോട്ടലിന് മുന്നിൽ നിന്ന് മൗര്യ ഹോട്ടലിന് മുന്നിൽ ആർ രാധാകൃഷ്ണനുണ്ട്. താരങ്ങൾ ഓരോരുത്തരായി ഹോട്ടലിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ, ഒരു ബസ്സിൽ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന. മൗര്യ ഹോട്ടലിന് മുന്നിൽ നിന്നും നമുക്കിപ്പോൾ ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, വളരെ അവിടെയും ആരാധകരുടെ തിരക്കുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട് SKN. വലിയ ആരാധകരുടെ ഒരു തിരക്ക് ഈ ITC മൗര്യ ഹോട്ടലിന് മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് താരങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. 70 അംഗ സംഘമാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 70 അംഗ സംഘത്തിൽ ഈ കളിക്കാർ കൂടാതെ അവരുടെ പരിശീലകർ അടക്കമുള്ളവരും ആ സംഘവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു 70 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആവേശം വാനോളം ഉയർത്തിയാണ് ഇന്ത്യയിലേക്ക് ഈ താരങ്ങൾ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഈ താരങ്ങൾ ITC മൗര്യ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2 ബസ്സുകളിലായിട്ട് വന്നാണ് ഈ താരങ്ങൾ ഈ ITC മൗര്യ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ താരങ്ങൾ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ 120 കോടിയിലധികം വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നേട്ടം നേടി നൽകിയതിൻ്റെ ഒരു അഭിമാനം അവരെ സംബന്ധിച്ച് രാജ്യം നൽകുന്ന ഈ വിരുന്ന്, പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഒക്കെ അവർക്ക് സമ്മാനിക്കുന്നതാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിന് ഉപരിയായി രാഷ്ട്രപതിയെയും ഈ സംഘം സന്ദർശിച്ചേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംഘം മുംബൈയിലേക്ക് പോകുന്നത്. മുംബൈയിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ആ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. BCCI പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാന തുക അടക്കം സ്വീകരിക്കുന്ന ചടങ്ങുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. രാജ്യത്തെ സംബന്ധിച്ച് ഈ ഒരു നേട്ടം ഏറെ വലുതും ഏറെ പ്രധാനപ്പെട്ടതും ആണ്. നമുക്കൊരു ഈ ITC മൗര്യയുടെ പുറത്തുള്ള ദൃശ്യങ്ങൾ കൂടി ഒരുപക്ഷെ കണ്ട് അതിനുശേഷം മടങ്ങി വരാമെന്ന് തോന്നുന്നു. ITC മൗര്യയുടെ മുന്നിലും നിരവധി ആളുകളാണ് ഇവിടെ കാത്തുനിന്നത്. ഇതിൽ പലർക്കും ഈ ഗേറ്റിന് മുന്നിലേക്ക് പോലും വരാൻ സാധിക്കാത്ത വിധത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പോലീസ് എന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഈ താരങ്ങളെ എത്തിക്കുന്ന വാഹനം കടന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ഒരുക്കങ്ങൾ, വലിയ ക്രമീകരണങ്ങൾ ഒക്കെ ചില ഈ ഹോട്ടലിന് മുന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 9 മണിയോടുകൂടിയായിരിക്കും ഇവർ പുറത്തേക്ക് വരാനായി പോകുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ITC മൗര്യയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. आप लोग किधर से आया? मैं तो यहीं पे रहती हूँ, यहीं से आई हूँ टीम इंडिया को देखने के लिए। बहुत खुशी, बहुत एक्साइटमेंट, ट्रॉफी जीत के आए हैं 13 साल बाद. इट्स अनबिलीवेबल. Same feeling, obviously ecstatic and not on the ground actually. 13 साल से बाद है ऐसे टीम इंडिया. हाँ जी, इसीलिए आई गेस वो पूरा सबका बाहर हैप्पीनेस आ रहा है एंड वेरी वेरी एक्साइटेड एंड वेरी हैप्पी एंड थैंकफुल टू गॉड. SKN, ഈ പ്രതികരണങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ആവേശം ഈ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ വിജയം സമ്മാനിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. ITC മൗര്യയുടെ മുന്നിൽ ഉള്ള ആളുകൾ അവർക്ക് ഈ താരങ്ങളോടുള്ള അവരുടെ സ്നേഹം, നന്ദി, കടപ്പാട് ഒക്കെ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് അവർ ഈ ITC മൗര്യയുടെ സമീപത്തേക്ക് വന്നിരിക്കുന്നതും ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതാനും സമയങ്ങൾക്ക് അപ്പുറം ഈ താരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മടങ്ങാനായി ഇനി വീണ്ടും പുറത്തേക്ക് വരും. ആ ഘട്ടത്തിൽ തങ്ങളുടെ താരങ്ങളെ കാണാനും അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ആരാധകർ ഉള്ളത്. ഇതിൽ ഈ ഇവിടേക്ക് വന്നവർ വളരെ തുലവും കുറവായിട്ടുള്ള ആളുകൾ മാത്രമാണ്. എന്നാൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് വരാൻ കഴിയാതെ പോലീസിൻ്റെ നിയന്ത്രണം കൊണ്ട് ഈ മേഖലയിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാം പ്രതിനിധികളായി ഇവിടേക്ക് എത്തിയിരിക്കുന്നവർ ടീം ഇന്ത്യക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്
കാഴ്ചയാണ് നമുക്ക് ITC മൗര്യയുടെ മുന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ രീതിയിൽ നമുക്ക് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന നമ്മുടെ സുരക്ഷാ സേനാംഗങ്ങളെ സംബന്ധിച്ചും അവരും ഈ വിധത്തിൽ ഈ ടീം ഇന്ത്യക്ക് അഭിവാദ്യമർപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്നതും ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ട ഒന്നാണ്. ടീം ഇന്ത്യ ഈ മടങ്ങിയെത്തിയിരിക്കുന്നു. T20 കപ്പ് നേടി. ഡൽഹിയിലെ ITC ഹോട്ടൽ മൗര്യയ്ക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് താരങ്ങൾ ഹോട്ടലിലേക്ക് കയറിക്കഴിഞ്ഞു. ഇനി അവർ അല്പനേരം കഴിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്നേഹവിരുന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി അവിടെ എത്തിച്ചേരും. വൈകുന്നേരം അവർ മുംബൈയിലെത്തും. അവർക്ക് അതിവിപുലമായ സ്വീകരണ പരിപാടികളാണ് മുംബൈയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.